പിന്നെ ഇന്ന് ആ കുട്ടികളായിട്ടും വരാൻ നിൽക്കണ്ടട്ടാ. ബൂംറന്റെയും ബോൾട്ടിന്റെയും ഏറുകൊണ്ട് നെഞ്ഞിപ്പാക്ക് പൊളിയും. വെറുതെ അതിന് വരാൻ നിൽക്കണ്ട. ചെക്കന് ബാക്കിയുള്ള ഏതോ ഒരു ടീമിനായിട്ട് തച്ചിക്കെന്നും പറഞ്ഞാണ്ട് വരാൻ നിൽക്കണ്ട. ശരി. ബൂംറൊക്കെ ഏറെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ടല്ലോ, തീരുമാനാവും. ഞങ്ങള് ചെക്കന്മാരെ അടിച്ച് പരത്തി വലിയ വലിയ താന്താര അടിച്ചു വരികയാണേ. എത്ര സ്ഥാനത്ത് അപ്പൊ നിങ്ങളുള്ളത്? അത് നോക്കണ്ട. ജയിച്ചാ നിങ്ങള് എന്താവും? എന്ത് ജയിച്ചാൽ എത്ര സ്ഥാനത്തേക്കാവും? അതൊന്നും അതൊക്കെ ചെറിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നാമതെത്തും ജയിച്ചാൽ. ഇത് പാണ്ഡ്യന്റെ ടീമാണ്. പാണ്ഡ്യൻ മുന്നിൽ നയിക്കുന്ന പിന്നെന്താ അങ്ങമാര് ടീമായതുകൊണ്ട് ഞങ്ങള് ഒരു ഡൗട്ടും ഇല്ല. 5 കളി ജയിച്ച ടീം വെക്കുകയാണത്. ഓൺ ഫാമിലി എന്ന് വെറുതെ പറയണല്ല, അതിന്റെ അത് നിങ്ങൾ കുറെ ആൾക്കാർ ഭയങ്കര ടീമാണല്ലോ. നിങ്ങള് ക്യാപ്റ്റനെ കാണാനില്ല, പരിക്കാന്ന് പറയടേ. അതെ പരിക്കാണ്. അതെ ഇന്ന് വന്നാ പിന്നെ ആ ചെക്കനെ പോലെ കളിപ്പിച്ച പരിക്കായി നന്നായി. അതാണ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്താ അത്രയും ടീമിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഞങ്ങളെ ചെക്കൻ 14 വയസ്സുള്ള ചെക്കൻ പേടിച്ചോളിട്ടാ. ഞങ്ങള് 10-25-30 വയസ്സുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഫുള്ള് പറഞ്ഞാൽ ഈ 14 വയസ്സുകാരൻ 6 അടിച്ചാൽ 12 റൺ കിട്ടുമോ? അതല്ലല്ലോ നിങ്ങള് വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ബൂം ബൂം എന്നൊക്കെ പറഞ്ഞാണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല. ഒരു പൊളിയില്ല. മൂപ്പര് അടിച്ച് പരത്തും. പിന്നെ ജയ്സ്വാള് എന്ത് ഫോമാണ്, എന്തൊക്കെയാണ് സഹതാപൊക്കെ നിങ്ങൾ പ്രകടിപ്പിച്ചില്ല. അംഗീകാരങ്ങളൊക്കെ കിട്ടണുണ്ട്. അംഗീകാരം കിട്ടുന്നില്ല. ടീം മൊത്തത്തിൽ മോശമായതുകൊണ്ട് അവിടെ ഞങ്ങൾ മൊത്തത്തിൽ മോശം ഞങ്ങൾ തുടക്കത്തിന് പറയണം. പ്രതീക്ഷ വിടൂല. എന്തേ മൂപ്പര് കറക്റ്റ് സമയത്ത് വിക്കറ്റുകൾ എടുക്കും. 2 കളിയല്ല വേറെ ഒന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ. ഇനി അതും കുറിച്ച് ഇങ്ങനെ നടന്നോളെ. അതിന് മുമ്പ് ഔട്ടായതുകളൊന്നും ഫോമില് ഹിറ്റ്മാന്, പിന്നെ സൂര്യ എന്ന് പറഞ്ഞ അടാർ ഫോമില് എല്ലാരും പറയുമ്പോ എല്ലാരും. ബൗളിംഗ് ആണെങ്കിലോ ബൗളിംഗ് ഇപ്പൊ ബൂമറ കഴിഞ്ഞ കളിയിൽ ബൂമറേനെക്കാട് ഉഷാറിലാണ് ഞങ്ങളെ ആർച്ചറിന്റെ ബോൾ. എന്താണ് ബോള് ഒന്നും പറയാനില്ല. എന്തേ ബൂമറിനെ ഇതാണ് നിങ്ങളെ നിലവാരം. ആർച്ചറിന്റെ തീപ്പങ്കുകൾക്ക് മുമ്പിൽ എന്താ ആയിക്കോട്ടെ ഒരു മനുഷ്യനക്കും പിടിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒരു ബൂമറ, പിന്നെ ഞങ്ങളെ ബോൾട്ട്, പിന്നെ ഞങ്ങളെ ചാഹർ. സ്പിന്നാണെങ്കിൽ കഴിഞ്ഞ കളി ബെർലിനോണ്ട് വെച്ചാത്തതുകൊണ്ട് നമ്മളെ സന്നർ ഇറങ്ങിയില്ല. ഇപ്പൊ ഇതിലിറങ്ങും. ഈ സന്നർ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്താൾക്കാരെ പേര് പറഞ്ഞോളെ, ഞങ്ങൾക്ക് ഒരാളെ മുമ്പിൽ വെച്ചാൽ മതി. അതെ, വൈഭവ് സൂര്യവംശി. നിങ്ങൾക്ക് നാളെ ഒരു ചെക്കനെ കൊണ്ട്, ഒരു ചെറിയ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ പണി. അതാണ് നിങ്ങൾക്ക് പേടിയല്ലേ? എന്റെ ഫുൾ തന്ത്രം വേണം ഓനെങ്ങനെ ഔട്ടാക്കാന്ന്. ഒരു തന്ത്രം വേണ്ട. ടെമ്പിന് എറിഞ്ഞാൽ കുത്തി എറിച്ചപ്പോ കഴിഞ്ഞ കളിയിൽ ഇവര് കാണിച്ചെന്താണ് അവസാനം ക്ഷീണിച്ചു ഔട്ടായതല്ലേ. ക്ഷീണം വന്നാണ്. അതൊന്നും കാണും നമ്മളെ ബൂമറിന്റെ ഓർക്കറ കൈ എന്താ അതൊക്കെ 4-6 ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എത്ര 1 സീസൺ വണ്ടറുകളെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ കാണുള്ളൂ. പ്രത്യേകിച്ച് ബൂമറൊക്കെ അവിടെ ഉണ്ടാവുമ്പോ എമ്മൈനെ തൊടാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല. ഈ കപ്പ് ഹാർദിക് പാണ്ഡ്യനെ മുന്നിൽ നിർത്തി ഞങ്ങളെ ഹിറ്റ്മാനാണ്ട് പൊക്കും. നോക്കാം നമുക്ക്.